വിഷുവിന് കസവ് സാരിയുടെ കൂടെ ഇടാൻ പറ്റിയ ബ്ലൗസിന്റെ ബാക്ക് നെക്സ് കുറച്ച് എക്സ്പ്ലോർ ചെയ്താലോ. ആദ്യത്തേത് ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നമുക്ക് ബാക്കിൽ ഹെമ്മ് ബ്ലൗസിന്റെ അറ്റത്ത് നമുക്ക് കുറച്ച് നീളത്തിൽ, ചെറുതല്ല കുറച്ച് നീളത്തിൽ ഫ്രിൽസ് കൊടുക്കാം. അതായത് ഒരു ലോങ് ടോപ്പ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നും. ഡ്രേപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ട് ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാറ്റേൺ നല്ല ഭംഗിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഈ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണം, പക്ഷെ അതിനെ കുറച്ച് എങ്ങനെ എലിവേറ്റ് ചെയ്യാം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ നോക്കാം. വീനക്ക് വരുന്നു ബാക്കിൽ, എന്നിട്ട് ആരോ ഹെഡിൽ നമ്മളൊരു മാച്ചിങ് ബ്രൊക്കേഡിന്റെ ഫാബ്രിക് വെച്ചിട്ട് ഒരു പാച്ച് കൊടുക്കുന്നു. അതിന്റെ രണ്ട് ബോർഡേഴ്സിൽ നമുക്ക് ചെറുതായിട്ട് പേൾ ഡീറ്റെയിലിങ്സോ അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പോട്ട്ലി ബട്ടൺസ് പ്ലേസ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ ഡെക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ലീവിന് ചുറ്റും ബോർഡർ കൊടുക്കാതെ സ്ലീവിൽ ചെറുതായിട്ടൊരു മോട്ടീഫ് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിൽ നമുക്ക് കുറച്ച് കേറിയിട്ടുള്ള നെക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഹൊറിസോണ്ടലി വെർട്ടിക്കലി ഒക്കെ നമുക്ക് ബോർഡേഴ്സിനെ പ്ലേസ് ചെയ്ത് ചെറിയ കട്ട് ഔട്ട്സ് കൊടുത്തിട്ട് നമുക്ക് പാറ്റേൺസ് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്, പക്ഷെ മേക്ക് ഷുവർ ചെയ്യുക നമ്മൾ കട്ട് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബോർഡറിൻ്റെ പ്ലേസ്മെൻറ്റോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് ഓപ്പൺ നെക്കൊക്കെ വേണം, പക്ഷേ യൂഷ്വൽ രീതിയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ ക്രിസ് ക്രോസ് ഫോർമാറ്റിൽ നമുക്ക് ബോർഡേഴ്സ് താഴെ വേണമെങ്കിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്രയും ബേസിക് അല്ലാത്ത കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഡിസൈൻസ് ആയിട്ട് നമുക്ക് പാർട്ട് 2 കാണാം.